ഇവന്മാരെന്തിന് ഇത്രയും ബഹളം വെക്കുന്ന? എലിക്കുട്ടി, എന്താണ് ഇവിടെ ഒരു ബഹളം? എലിക്കുട്ടി, നീ ഇപ്പൊ എന്താ ചെയ്തേ? എലിക്കുട്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. എവിടെയാണ് എലിക്കുട്ടി? നിങ്ങൾ എന്തിനാണ് ഈ എലിക്കുട്ടിയുടെ പോലെ കരഞ്ഞോണ്ടിരിക്കുന്നത്? അയ്യോ, ഈ പൂച്ച എന്താ കഴുതയെ പോലെ കരയുന്നത്? അയ്യോ, ഈ കഴുത പൂച്ചയെ പോലെ കരയുന്നു. പശു 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 എന്താ കടുവയെ പോലെ കരയുന്നു? അയ്യോ, പുലി ഈ പുലി എന്താ പശുവിനെ പോലെ കരയുന്നു? എന്താ ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾക്കൊക്കെ എന്താ സംഭവിച്ചേ? എന്തിനാ നിങ്ങൾ മറ്റുള്ളവരുടെ ശബ്ദത്തിൽ കരയുന്നത്? നിങ്ങൾ നിങ്ങളുടെ ശബ്ദമെല്ലാം മറന്നുപോയോ? വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദമെല്ലാം തിരിച്ചു വേണോ? പേടിക്കണ്ട പേടിക്കണ്ട, പപ്പു ഇല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഇപ്പൊ ശരിയാക്കി തരാം. ഹലോ ബോസ്, ഇവിടെ ഒരു വലിയ പ്രശ്നം. പെട്ടെന്ന് തന്നെ നീയും കൺമണിയും കൂടി ഇങ്ങോട്ട് വരണം. ഹായ് കൺമണി ചേച്ചി, പപ്പുനിതേ വീണ്ടും ഒരു പ്രശ്നം. അതെയോ? നമുക്ക് ഉടനെ പുറപ്പെടാം. പപ്പു, അയ്യോ, വീണ്ടും തുടങ്ങി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. എന്റെ കൺമണി, ഇവറ്റങ്ങളോടൊന്ന് നിർത്താൻ പറയേ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഇതൊന്ന് നിർത്തൂ. അപ്പൊ ഇതാണല്ലേ പ്രശ്നം. ചേച്ചി, എന്നെ ഒന്ന് താഴെ ഇറക്കേ. പോയി നോക്കി വാ ചിട്ടി. ഫ്രണ്ട്സ്, ആരും പേടിക്കണ്ട, ഞങ്ങൾ എത്തിപ്പോയല്ലോ. എല്ലാം ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ. അതെ അതെ, ഞങ്ങളെല്ലാം ശരിയാക്കി തരാം കേട്ടോ. എന്റെ പുലിക്കുട്ട, ഒന്ന് നിർത്ത. നിന്റെ വായ തുറക്കുമ്പോ ചിരി വരുന്നു. അത് വേണം പപ്പു. പപ്പു, ആ പുലി എന്താ പറഞ്ഞെന്നറിയോ? വന്നപ്പോ തൊട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കല്ലേ, ഇതുവരെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന്. അങ്ങനെയാണോ? എടാ പുലിക്കുട്ട, നിന്റെ ശബ്ദം പോയാലും നിനക്ക് അഹങ്കാരത്തിന് കുറുമ്പിനൊരു കുറവില്ല അല്ലേ? ഈ പപ്പോന്നൊക്കെ ആരാ? എല്ലാരും ഒന്ന് മിണ്ടാതിരിക്കേ. ചിട്ടി ദ ബോസ്, ഓപ്പറേഷൻ തുടങ്ങി. കം ഓൺ. യെസ് ബോസ്, ഇതാ ഇതും കൂടി ഇരിക്കട്ടെ. ബോസ് ബോസ്, ഈ ഓപ്പറേഷന്റെ പേര് മാറിപ്പോയ ശബ്ദം എന്നിട്ടാലോ? ബോസ്, എങ്ങനെയുണ്ട്? കൺമണി ചേച്ചി, പപ്പു ഇങ്ങോട്ട് വാ, നോക്ക്. ഭൂതം. എന്താ ചെയ്യാന്ന് ചോദിച്ചാ അത് ഈ കുട്ടിഭൂതത്തിനെ ഉടനെ തന്നെ കൺട്രോൾ ചെയ്യണം ചിട്ടി. കൺമണി, നീ എന്താ കഴുതയെ പോലെ സംസാരിക്കുന്നേ? അയ്യോ, നിങ്ങൾ രണ്ടുപേരെന്താ കഴുതയെ പോലെ സംസാരിക്കുന്നേ? കുട്ടിഭൂതമേ, കളിച്ച് കളിച്ച് നീ എന്റെ ചേച്ചിയുടെയും പപ്പുവിന്റെ അടുത്തായ കളി. നിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് കണ്ടോ? ചിട്ടി, അയ്യോ. Chitti, Super Chitti,
ചിട്ടി 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 സൂപ്പർ ചിട്ടി 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 സൂപ്പർ ചിട്ടി 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 ഹേ 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 ചിട്ടി ചിട്ടി സൂപ്പർ ചിട്ടി 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 താങ്ക് യു എലിക്കുട്ട. ഗുഡ് ബൈ എലിക്കുട്ട. കുട്ടിഭൂതത്തിനെ പിടിച്ചേ. മര്യാദക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശബ്ദം തിരിച്ചു തരുന്നു, അതോ ഈ വിഷം ഞാൻ നിന്റെ മേത്ത് തെളിക്കട്ടെ? എല്ലാവർക്കും എല്ലാവരുടെ ശബ്ദം തിരിച്ചു കിട്ടിയെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പൊ ഒരു രസവും ഇല്ല. സിംഹത്തിന്റെ ശബ്ദം ഞാൻ തരത്തില്ല. ഞാനല്ല തിരികെ ഞാൻ കൊടുക്കില്ലല്ലോ. ശബ്ദം ഞാൻ തിരിച്ചു കൊടുക്കില്ലല്ലോ. കുഞ്ഞനെലിക്കുട്ട, നിനക്ക് സിംഹരാജാവിന്റെ ശബ്ദം തന്നെ വേണമല്ലേ? നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ദേ വരുന്നോടാ. വെറുതെ വേണ്ട, നിന്റെ നല്ലതിനാ പറയുന്നേ. വെറുതെ വേണ്ട. ഒന്ന് വെറുതെ ഇരി കൺമണി, നിനക്ക് ഒന്നും അറിയത്തില്ല. നീ കുട്ടിയാ. ഇവനെ ഞാൻ എന്താ ചെയ്യുന്നത് കണ്ടോ? സിംഹരാജ കമാ. പറഞ്ഞത് കേട്ടാ മതിയായിരുന്നില്ലേ?